Hello everyone, welcome back. In this video, we are discussing about the best nursing colleges in Karnataka. പ്ലസ് ടുവിൽ ബയോസയൻസ് എടുത്ത് പഠിച്ച് ഫ്യൂച്ചറിൽ നേഴ്സിംഗ് മേഖലയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണം, സ്കെയിലപ്പ് ആകണം എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. സോ ഇന്നത്തെ ഒരു വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ എല്ലാ കോളേജുകളെ പറ്റിയും ജസ്റ്റ് പേര് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഓരോ കോളേജുകളെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഓരോ കോളേജുകളെ പറ്റിയും കോളേജിൻ്റെ നല്ല വശവും ചീത്ത വശവും കോളേജ് ഓൾ ഓവർ അനലൈസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. എടുത്തു ചാടി തീരുമാനം എടുക്കരുത്. അതുപോലെ തന്നെ ഞാൻ BSc നേഴ്സിങ്ങിനെ പറ്റിയിട്ട് മുമ്പ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ നിർബന്ധമായിട്ടും കാണാം. ആ വീഡിയോ കണ്ടതിന് ശേഷം തിരിച്ച് ഈ ഒരു വീഡിയോയിലേക്ക് വരിക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന പ്രാധാന്യം തന്നെ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോഴും കാണിക്കണം. കാരണം അംഗീകാരമില്ലാത്ത കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കാൻ വളരെ പാടാണ്. ഇനി എന്തൊക്കെയാണ് BSc നേഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ്? ഒരു വിദ്യാർത്ഥി കർണാടകയിൽ പോയി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോളേജിൻ്റെ അഫിലിയേഷൻ, കോളേജിൻ്റെ അംഗീകാരം, കോളേജിൻ്റെ പ്രസക്തി, RGUHS രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്, INC ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ എന്നീ തുടങ്ങിയ അംഗീകാരം നിങ്ങളുടെ കോളേജിനുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഫാക്കൽറ്റിയുടെ യോഗ്യത, പ്ലേസ്മെൻറ്റ് റെക്കോർഡ്. BSc നേഴ്സിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം പ്രാക്ടിക്കൽ ട്രെയിനിങ് വേണ്ടൊരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോളേജ് മെഡിക്കൽ മേഖലയിൽ ഏതൊക്കെ ഹോസ്പിറ്റലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഏതൊക്കെ മെഡിക്കൽ കോളേജുകളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ക്ലിനിക്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങൾ BSc നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഒരു വിദ്യാർത്ഥി കർണാടകയിൽ പോയി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം. അടുത്തതായിട്ട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. കർണാടകയിലെ മികച്ച കോളേജുകളിൽ BSc നേഴ്സിങ്ങിന് അഡ്മിഷൻ നേടണം അല്ലെങ്കിൽ പഠിക്കണം എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കർണാടക സ്റ്റേറ്റ് കണ്ടക്ട് ചെയ്യുന്ന KCET എക്സാം, കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതിയിരിക്കണം. കഴിഞ്ഞ വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ നിരവധി സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യാണ്ട് എക്സാം എഴുതാണ്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ട്. എന്നാൽ ഇനിയുള്ള വർഷങ്ങളിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് എക്സാം എഴുതിയിരിക്കണം. എങ്കിൽ മാത്രമായിരിക്കും കർണാടകയിലെ മികച്ച കോളേജുകളിൽ നിങ്ങൾക്ക് BSc നേഴ്സിങ്ങിന് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് KCET എക്സാമിനെ പറ്റി അറിയില്ല, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നറിയില്ല, എക്സാമിൻ്റെ സിലബസ്, അതുപോലെ തന്നെ എക്സാം സെൻറ്റർ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഞങ്ങൾ കേരളത്തിൽ നിന്ന് കുറച്ച് പേരൻസ് സ്റ്റുഡൻസായിട്ട് കോളേജ് വിസിറ്റിങ്ങിന് വേണ്ടിയിട്ടും കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ ഒരു കൗൺസിലറുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. ഇനി ഞാൻ പറയുന്ന ലിസ്റ്റിൽ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന കോളേജ് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും വെറീഡ് ആകരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ ആ കോളേജുകൾ ടൈപ്പ് ചെയ്യാം. ഞാൻ പറ്റുന്ന രീതിയിൽ റീപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ പറ്റുന്ന രീതിയിൽ ഓരോ കോളേജുകളെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനും ശ്രമിക്കാം. അപ്പം നമുക്ക് നോക്കി നോക്കിയാലോ ഏതെല്ലാമാണ് ബെസ്റ്റ് നഴ്സിംഗ് കോളേജ് ഇൻ കർണാടക എന്ന്. നമ്പർ 15 ആദിചുഞ്ചാനഗിരി കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മാൻഡിയാണ് ലൊക്കേഷൻ കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ കോളേജിൻ്റെ അഫിലിയേഷൻ നോക്കുകയാണെങ്കിൽ ആദിചുഞ്ചാനഗിരി യൂണിവേഴ്സിറ്റി ACUൻ്റെ അഫിലിയേഷനാണ് ഉള്ളത്. അതുപോലെ തന്നെ കോളേജിൻ്റെ എസ്റ്റാബ്ലിഷ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 1995 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഏകദേശം 60 സീറ്റുകളാണ് ഈ ഒരു കോളേജിൽ BSc നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് മാത്രമുള്ളത്. അടുത്തത് നമ്പർ 14 KLE ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ബെൽഗാവിയിലാണ് ലൊക്കേഷൻ കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ അഫിലിയേഷൻ നോക്കുകയാണെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അഫിലിയേഷനാണ് കോളേജിനുള്ളത്. 1995 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഏകദേശം 100 സീറ്റുകളാണ് ഈ ഒരു കോളേജിൽ BSc നേഴ്സിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. നമ്പർ 30 BGS കോളേജ് ഓഫ് നഴ്സിംഗ്. ബാംഗ്ലൂരിലാണ് ലൊക്കേഷൻ കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ അഫിലിയേഷൻ നോക്കുകയാണെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അഫിലിയേഷനാണ് വരുന്നത്. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഏകദേശം 100 സീറ്റുകളാണ് BSc നേഴ്സിങ്ങിന് ഈ ഒരു കോളേജിൽ BGSൽ ഉള്ളത്. നമ്പർ 12 JSS കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മൈസൂരുവിലാണ് ലൊക്കേഷൻ കാര്യങ്ങളും വരുന്നത്. അഫിലിയേഷൻ നോക്കുകയാണെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിൻ്റെ അഫിലിയേഷനാണുള്ളത്. 1997 കോളേജ് എസ്റ്റാബ്ലിഷ് ആകുന്നത്. ഏകദേശം 60 സീറ്റുകളാണ് BSc നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു കോളേജിലുള്ളത്.
നമ്പർ 11 നിറ്റൂഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മാംഗ്ലൂരിലാണ് ലൊക്കേഷൻ കാര്യങ്ങളും വരുന്നത്. അഫിലിയേഷൻ നോക്കുകയാണെങ്കിൽ ഇതൊരു ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. കോളേജിന്റെ എസ്റ്റാബ്ലിഷ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 1992 കോളേജ് എസ്റ്റാബ്ലിഷ് ആകുന്നത്. ഏകദേശം 100 സീറ്റുകളാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ട് ഈ ഒരു കോളേജിലുള്ളത്. നമ്പർ 10 കൃപാനിധി കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ ബാംഗ്ലൂരിലാണ് ലൊക്കേഷൻ കാര്യങ്ങളും വരുന്നത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അഫിലിയേഷനാണ് ഈ ഒരു കോളേജിൽ വരുന്നത്. 1992 കോളേജ് എസ്റ്റാബ്ലിഷ് ആകുന്നത്. ഏകദേശം 60 സീറ്റുകളാണ് നഴ്സിംഗിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ BSc നഴ്സിംഗിന് വേണ്ടിയിട്ട് ഈ ഒരു കോളേജിലുള്ളത്. നമ്പർ 9 രാജരാജേശ്വരി കോളേജ് ഓഫ് നഴ്സിംഗ്. ബാംഗ്ലൂരിലാണ് ലൊക്കേഷൻ കാര്യങ്ങൾ വരുന്നത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിന്റെ അഫിലിയേഷനാണ് ഈ ഒരു കോളേജിൽ വരുന്നത്. 2004 കോളേജ് എസ്റ്റാബ്ലിഷ് ആകുന്നത്. ഏകദേശം 100 സീറ്റുകളാണ് ഈ ഒരു കോളേജിൽ BSc നഴ്സിംഗിന് വേണ്ടിയിട്ട് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്പർ 8 മണിപ്പാൽ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ മണിപ്പാലിലാണ് ലൊക്കേഷൻ വരുന്നത്. അഫിലിയേഷൻ നോക്കുകയാണെങ്കിൽ MAHE മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ അഫിലിയേഷനാണ് വരുന്നത്. 1990 കോളേജ് എസ്റ്റാബ്ലിഷ് ആകുന്നത്. ഏകദേശം 100 സീറ്റുകളാണ് മണിപ്പാൽ കോളേജ് ഓഫ് നഴ്സിംഗിലുള്ളത്. നമ്പർ 7 ഓക്സ്ഫോർഡ് കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിലാണ് ലൊക്കേഷൻ കാര്യങ്ങൾ വരുന്നത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അഫിലിയേഷനാണ് ഈ ഒരു കോളേജിൽ വരുന്നത്. 1992 കോളേജ് എസ്റ്റാബ്ലിഷ് ആകുന്നത്. ഏകദേശം 60 സീറ്റുകളാണ് ഓക്സ്ഫോർഡ് കോളേജ് ഓഫ് നഴ്സിംഗിലുള്ളത്. നമ്പർ 6 ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരാണ് ലൊക്കേഷൻ കാര്യങ്ങളും വരുന്നത്. അഫിലിയേഷൻ നോക്കുകയാണെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അഫിലിയേഷൻ കാര്യങ്ങളാണ് വരുന്നത്. 1997 കോളേജ് എസ്റ്റാബ്ലിഷ് ആകുന്നത്. ഏകദേശം 60 തൊട്ട് 100 സീറ്റുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആചാര്യ എന്ന് പറയുന്ന കോളേജിൽ BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. നമ്പർ 5 നാരായണ ഹൃദയാലയ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരാണ് ലൊക്കേഷൻ കാര്യങ്ങളും വരുന്നത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിൻ്റെ അഫിലിയേഷനാണ് കോളേജിൽ വരുന്നത്. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ആകുന്നത്. ഏകദേശം 50 സീറ്റുകളാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ട് ഈ ഒരു കോളേജിൽ വരുന്നത്. നമ്പർ 4 വൈദേഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരാണ് ലൊക്കേഷൻ കാര്യങ്ങൾ വരുന്നത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിൻ്റെ അഫിലിയേഷനാണ് കോളേജിൽ വരുന്നത്. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ആകുന്നത്. ഏകദേശം 200 സീറ്റുകളാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു കോളേജിൽ ഏകദേശം ഉള്ളത്. നമ്പർ 3 സെൻറ്റ് ജോസഫ്സ് കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ ബാംഗ്ലൂരിലാണ് ലൊക്കേഷൻ കാര്യങ്ങൾ വരുന്നത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിൻ്റെ അഫിലിയേഷനാണ് ഈ ഒരു കോളേജിൽ വരുന്നത്. 1980 ഈ ഒരു കോളേജ് എസ്റ്റാബ്ലിഷ് ആകുന്നത്. ഏകദേശം 100 സീറ്റുകളാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ട് ഈ ഒരു കോളേജിലുള്ളത്. നമ്പർ 2 കെമ്പഗൌഡ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിലാണ് ലൊക്കേഷൻ കാര്യങ്ങളും വരുന്നത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിൻ്റെ അഫിലിയേഷനാണ് ഈ ഒരു കോളേജിൽ വരുന്നത്. 1990 കോളേജ് എസ്റ്റാബ്ലിഷ് ആകുന്നത്. ഏകദേശം 100 സീറ്റുകളാണ് ഈ ഒരു കോളേജിലുള്ളത്. ഫൈനലി നമ്പർ 1 രാമയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിലാണ് ലൊക്കേഷൻ കാര്യങ്ങളും വരുന്നത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിൻ്റെ അഫിലിയേഷനാണ് കോളേജിൽ വരുന്നത്. 1987 കോളേജ് എസ്റ്റാബ്ലിഷ് ആകുന്നത്. ഏകദേശം 100 സീറ്റുകളാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ട് രാമയ്യ കോളേജിലുള്ളത്. ഇതെല്ലാമാണ് ബെസ്റ്റ് നഴ്സിംഗ് കോളേജസ് ഇൻ കർണാടക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന പ്രാധാന്യം തന്നെ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോഴും കാണിക്കണം. കാരണം അംഗീകാരമില്ലാത്ത കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കാൻ വളരെ പാടാണ്. ഇനി കോഴ്സ് സംബന്ധമായി സംശയങ്ങളോ കോളേജ് സംബന്ധമായി സംശയങ്ങളോ ഏതെങ്കിലും കോളേജ് ഫീസ് സ്ട്രക്ചറോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുകയും ചെയ്യാം.